പ്രിയപ്പെട്ടവരെ, നമസ്തേ. 2015 ഞാൻ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി ആയിരുന്ന അവസരത്തിൽ ചൈനയുടെ തലസ്ഥാനമായ ബെയ്ജിങ്ങിൽ പോകാനിടയായി. ഒരു അന്താരാഷ്ട്ര ടൂറിസം എക്സ്പോയിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ടാണ് പോയത്. എക്സിബിഷൻ ഗ്രൗണ്ടിൽ നിൽക്കുമ്പോൾ ഞാൻ ഒരു കുപ്പി മിനറൽ വാട്ടർ കുടിക്കാൻ ആരംഭിച്ചു. അത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ ഒരു ചൈനക്കാരൻ എന്നെ വളരെ ആകാംക്ഷയോട് നോക്കിക്കൊണ്ട് നിന്നു. ഒരു പക്ഷേ അദ്ദേഹത്തിന് വെള്ളം വേണ്ടതുകൊണ്ടാവാം എന്ന് വിചാരിച്ച് ഞാൻ 2 കവിൾ വെള്ളം കുടിച്ചിട്ട് ആ കുപ്പി അദ്ദേഹത്തിന് ഓഫർ ചെയ്തു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഇങ്ങനെ കൈ കാണിച്ചു, വേണ്ട വേണ്ട കുടിച്ചോളൂ എന്ന് പറഞ്ഞു. ചൈനീസ് ഭാഷ ആയതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവില്ലല്ലോ. അപ്പോൾ ഞാൻ കുടിച്ച് കഴിഞ്ഞതും അയാൾ ഓടി വന്ന് എൻ്റെ കയ്യിൽ നിന്നും ആ കുപ്പി അങ്ങ് വാങ്ങി. അപ്പോൾ ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ. എന്നിട്ട് അദ്ദേഹം തൊട്ടടുത്തുള്ള ഒരു റിവേഴ്സ് വെൻഡിങ് മെഷീനിൽ അത് കൊണ്ട് ഇട്ടു. അത് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതിൽ നിന്നും ഒരു യുവാൻ, ഏകദേശം അന്ന് 10 രൂപയോ മറ്റോ ആയിരുന്നിരിക്കണം, ഇന്നിപ്പോൾ 12 രൂപയോളം ഉണ്ട് അതിൻ്റെ മൂല്യം. ആ പണം കളക്ട് ചെയ്തിട്ട് അയാൾ വീണ്ടും ഇങ്ങനെ ഓരോരുത്തരുടെ അടുത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒഴിഞ്ഞ പ്ലാസ്റ്റിക് ബോട്ടിൽ കളക്ട് ചെയ്യുക. അവിടെ എങ്ങും തന്നെ പ്ലാസ്റ്റിക് ബോട്ടിൽ ആ ഭാഗത്തെങ്ങും കാണാനില്ല. എല്ലാം ഈ റിവേഴ്സ് വെൻഡിങ് മെഷീനിലിട്ടിട്ട് അത് ഉടൻ തന്നെ പ്ലാസ്റ്റിക് ഗ്രാന്യൂൾസ് ആക്കി മാറ്റുകയാണ് ചെയ്യുന്നത്. അതിനുള്ള ഇൻസെൻറ്റീവാണ് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലിന് ഒരു യുവാൻ കിട്ടും. ഇത് കണ്ടിട്ട് ഞാൻ ഇവിടെ തിരികെ കേരളത്തിൽ വന്നിട്ട് ഇതുപോലുള്ള കുറേ റിവേഴ്സ് വെൻഡിങ് മെഷീൻസ് നമ്മുടെ പൊതുസ്ഥലങ്ങളിലൊക്കെ വയ്ക്കണം. നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളിലും ബസ് സ്റ്റാൻഡുകളിലും ഗവൺമെൻറ് ഓഫീസുകളിലും ഒക്കെ വയ്ക്കണമെന്ന് ഞാൻ അന്ന് ക്യാബിനറ്റിൽ പറയുകയുണ്ടായി. ഒന്നും സംഭവിച്ചില്ല എന്നുള്ളത് വേറൊരു കാര്യം. ഏതായാലും നമ്മുടെ നാട്ടിൽ നാം നിത്യേന കണ്ടുവരുന്ന ഒരു വലിയ ദുര്യോഗമാണിത്. എവിടെ നോക്കിയാലും പ്ലാസ്റ്റിക് കുപ്പികൾ അലക്ഷ്യമായി വലിച്ചെറിയുന്നു. നമ്മുടെ കോവളത്തിലായാലും മറ്റേതെങ്കിലും ടൂറിസം കേന്ദ്രത്തിലായാലും കാണാൻ കഴിയുന്ന കാഴ്ച ഇതാണ്. എത്ര പറഞ്ഞാലും നമ്മുടെ ആൾക്കാർക്ക് ഇത് മനസ്സിലാവില്ല. ഇത് മാറ്റേണ്ടത് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഇതൊന്നും നമുക്ക് അനുവദനീയമല്ല. പ്ലാസ്റ്റിക്കുകളെല്ലാം കടലിലൊക്കെ വലിച്ചെറിയുക, നദിയിൽ വലിച്ചെറിയുക, ഈ ചെയ്യുന്നതെല്ലാം എത്രയും ഒരു വലിയ കുറ്റകൃത്യമാണ് എന്ന് തന്നെ ഞാൻ പറയും. ഇത് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്? അതെ, നോക്കൂ, ഇവിടെ ഒരു നമ്മുടെ കൊച്ചിയിൽ 2 ചെറുപ്പക്കാർ, ആൽവിൻ ജോർജും സിദ്ധാർത്ഥ് എന്ന് പറഞ്ഞ 2 ചെറുപ്പക്കാർ ഇതിനൊരു പരിഹാര മാർഗം കണ്ടുപിടിച്ചിരിക്കുകയാണ്. അവരൊരു സ്റ്റാർട്ടപ്പ് കമ്പനി തുടങ്ങി. ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകൾ എങ്ങനെ പ്ലാസ്റ്റിക് ഗ്രാനൂൾസാക്കി മാറ്റി അതിനെ എങ്ങനെ കൂടുതൽ വാല്യൂ എഡിഷൻ കൊടുക്കാൻ കഴിയും എന്നാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന് അവർക്ക് സഹായത്തിനായിട്ട് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പ്ലാസ്റ്റിക്സ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജിയിലെ ഒരു പ്രൊഫസർ സൂരജ് വർമ്മ അവരെ സഹായിക്കുകയും ചെയ്യുന്നു. ആൽവിനും സിദ്ധാർത്ഥും കൂടി തുടങ്ങിയ ഈ സംരംഭം വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. ഈ സ്റ്റാർട്ടപ്പ് എങ്ങനെ തുടങ്ങി, എന്തൊക്കെയാണ് അവർ ചെയ്യുന്നത്, എന്താണ് അവരുടെ ലക്ഷ്യങ്ങൾ, അത് നിറവേറ്റാനുള്ള തടസ്സങ്ങൾ എന്തൊക്കെയാണ്, ഇതിനെക്കുറിച്ചെല്ലാം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണ്ടേ? ഞങ്ങളുടെ പ്രതിനിധി തരുൺ ആൽവിൻ ജോർജുമായി നടത്തുന്ന ഈ സംഭാഷണം ദയവായി ശ്രദ്ധിക്കുക. എൻ്റെ പേര് തരുൺ. ഞാൻ യൂണിയൻ ക്രിസ്ത്യൻ കോളേജിൽ MA ഹിസ്റ്ററി പഠിക്കുന്ന സ്റ്റുഡൻ്റാണ്. സാറിൻ്റെ പേര് സ്വദേശും എന്താണ് ഷോർട്ട് ഇൻട്രോ അബൌട്ട് യുവർ സെൽഫ് ഒന്ന് പറയാമോ? ഓക്കെ, എൻ്റെ പേര് ആൽവിൻ ആണ്, ആൽവിൻ ജോർജ്. സോ ഞങ്ങളൊരു സ്റ്റാർട്ടപ്പ് റൺ ചെയ്യുന്നുണ്ട്, കാർബൺ ആൻഡ് വെയിൽ എന്ന് പറഞ്ഞിട്ട്. സോ കാർബൺ ആൻഡ് വെയിൽ ഹാസ് ആൻ ഇൻട്രസ്റ്റിംഗ് സ്റ്റോറി, റൈറ്റ്? ഇന്ത്യയിൽ നമ്മൾ ഇപ്പം വി നോ എവറി വൺ കി ഏറ്റവും പൊല്യൂട്ടഡ് പ്ലാസ്റ്റിക് കൺട്രി ആയിട്ട് മാറിയിരിക്കുന്നതാണ് ഇന്ത്യ. സോ നമ്മൾ ഐ തിങ്ക് ഫ്രം അമേരിക്ക ആദ്യം പ്ലാസ്റ്റിക് റിലീസ് ചെയ്തപ്പോൾ അതിൻ്റെ ആ ഫേസ് തുടങ്ങി ആദ്യം കുറേ ഇഷ്യൂസ് വന്നപ്പോൾ റീസൈക്ലിംഗ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് മുമ്പോട്ട് വന്നു. സോ റീസൈക്ലിംഗ് ഈസ് ബേസിക്കലി നോട്ട് എ സൊല്യൂഷൻ. ഒരു 9% മാത്രമേ റീസൈക്ലിംഗ് സൊല്യൂഷനായിട്ട് ഉള്ളൂ ഇപ്പം അക്രോസ് ദി വേൾഡ്. സോ അതിനേക്കാളും മുകളിലാണ് റീസൈക്ലിംഗ് അല്ല ഒരു സർക്കുലർ എക്കോണമിയിലോട്ടൊരു പൊസിഷനിലോട്ട് വരുന്ന രീതിയിലാണ് കാർബൺ ആൻഡ് വെയിലിന് ഒറിജിനായിട്ട് വരുന്നത്. ആൻഡ് അങ്ങനെയാണ് സിദ്ധാർത്ഥ്, സൂരജ് സാറ്, ഞാൻ ഒരുമിച്ച് ഇപ്പം കാർബൺ ആൻഡ് വെയിൽ അത് റൺ ചെയ്യുന്നത്. ആൻഡ് നമ്മളുടെ മെയിൻ വിഷൻ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റിന് ഒരു വാല്യൂ കൊടുക്കുക. നമ്മൾ എത്ര ആൾക്കാരുണ്ട് കേരളത്തിൽ ഒരു പ്ലാസ്റ്റിക് പാലിൻ്റെ പാക്കറ്റ് യൂസ് ചെയ്തോ, അല്ലെങ്കിൽ ഒരു ചിപ്സ് കഴിച്ചോ, അല്ലെങ്കിൽ ഒരു ബിസ്ക്കറ്റ് കഴിച്ചോ, ആ പ്ലാസ്റ്റിക് വേസ്റ്റ് പ്രോപ്പർലി അക്കൗണ്ടബിൾ എടുത്ത് ഡസ്റ്റ്ബിനിൽ ഇടുന്നതോ, ഇല്ലെങ്കിൽ ലെറ്റ്സ് സേ ഡസ്റ്റ്ബിൻ ഉണ്ടാവും വീട്ടിൽ,
വെറ്റ് വേസ്റ്റ് ഏതാണ്, ഡ്രൈ വേസ്റ്റ് ഏതാണ്, ഏതിനകത്ത് പ്രോപ്പർലി ഇടുന്നത്. പക്ഷെ സാധാരണ ഇപ്പം നമ്മൾ നാട്ടുകാർ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഞായറാഴ്ച കിട്ടി കഴിഞ്ഞാൽ കത്തിക്കുക, ഇല്ലെങ്കിൽ പോകുന്ന വഴിക്ക് പറമ്പിലിടാം. ആൻഡ് അതാണ് ദാറ്റ് ഈസ് വൺ ഓഫ് ദി മേജർ റീസൺ ഇന്ത്യ ഈസ് ബീങ് പൊല്യൂട്ടഡ്. അതിന് സൊല്യൂഷൻ കാണാൻ വേണ്ടിയാണ്, അതിനൊരു സർക്കുലർ എക്കോണമി, ഒരു സസ്റ്റൈനബിലിറ്റി ഫോക്കസ് ചെയ്യാൻ വേണ്ടിയാണ് കാർബൺ ആൻഡ് വെയിൽ വന്നത്. ഓൺടർപ്രീനിയർ എന്റർപ്രൈസസിൽ സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്, ടെക് സ്റ്റാർട്ടപ്സ് വരുന്നുണ്ട്, ബട്ട് യു ക്ലെയിം ടു ബി എ ക്ലീൻ ടെക് സ്റ്റാർട്ടപ്പ് എന്നാണ് പറയുന്നത്. ആൻഡ് ദ നെയിം ഇസ് ഓൾസോ വെരി ക്യൂരിയസ്, കാർബൺ ആൻഡ് വെയിൽ. സോ what does that mean? ദാറ്റ്സ് വെരി ട്രൂ. ഇപ്പം AI-ൻ്റെ ഒരു ലോകമാണ്, റൈറ്റ്? എവിടെ കേട്ടാലും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, AI ഏജൻസ് വരുന്നു, ടെക്നോളജി വരുന്നു, റൈറ്റ്? എവ്രി വൺ ഈസ് ഫോക്കസിങ് ഓൺ ദാറ്റ്. പക്ഷേ ഏറ്റവും മെയിൻ പ്രശ്നം നമ്മൾ ഒരു ക്ലൈമറ്റ് ബേസിസിൽ നോക്കിക്കഴിഞ്ഞാൽ കുറേ കമ്പനീസ് ഉണ്ട്, ബട്ട് ദേ ആർ നോട്ട് ഏബിൾ ടു സ്കെയിൽ അപ്പ്, ഇല്ലെങ്കിൽ അവർക്ക് അത്രയും വാല്യൂ കിട്ടുന്നില്ല. ക്ലൈമറ്റ് ഇപ്പം ഇന്ത്യയിൽ കഴിഞ്ഞ ദിവസം നമ്മളുടെ ഒരു പോഡ്കാസ്റ്റ് നിഖിൽ കമ്മത്തിൻ്റെ, ഇഫ് യു ഹാവ് സീൻ ഇറ്റ്, ബ്രയൻ ജോൺസൺ എന്ന് പറഞ്ഞൊരു വൺ ഓഫ് ദി ഇന്റർനാഷണൽ ഫിഗർ ഹു ഇസ് റിവേഴ്സിങ് ഹിസ് ഏജ്. പുള്ളിക്ക് ഇവിടുത്തെ എയർ ക്വാളിറ്റി ഇൻഡെക്സ് കൂടുതലായി കാരണം ഹി ലെഫ്റ്റ്. ദാറ്റ്സ് എ ക്ലൈമറ്റ് ഇഷ്യൂ. പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യം, പ്ലാസ്റ്റിക്കിൻ്റെ വേസ്റ്റ്, ഇന്ത്യ വൺ ഓഫ് ദി ലാർജസ്റ്റ് കൺട്രി ആയിട്ട് മാറി. ദാറ്റ്സ് ഓൾസോ എ പ്രോബ്ലം. അപ്പോൾ നമ്മളുടെ ഒരു 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 വാല്യൂ പ്രൊപ്പോസിഷൻ നോക്കിക്കഴിഞ്ഞാൽ നാളെ AI ടെക്നോളജി എല്ലാം ഉണ്ടെങ്കിലും നാളെ ജീവിക്കാൻ ഒരു ക്ലൈമറ്റ് ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ക്ലൈമറ്റ് കാരണം നമുക്ക് ഇന്റേണൽ ഇഷ്യൂ, എർത്തിൽ ഒരു ഇഷ്യൂ, എൻവയൺമെന്റ് ഒരു ഇഷ്യൂ ഉണ്ടെങ്കിൽ ഇതൊക്കെ വെച്ചിട്ട് കാര്യമുണ്ടോ? സോ ദാറ്റ് ഈസ് എ റീസൺ. റിച്ച്നെസ് നമ്മൾ വരും ഒരു ഗ്രോത്ത് സ്കെയിലപ്പ് ഇല്ലെങ്കിൽ പൈസയിലല്ലാണ്ട് കൺസിഡറിങ് എൻവയൺമെന്റ് ഇസ് പാർട്ട് ഓഫ് അസ്. ആ ബേസിസിലാണ് കാർബൺ ആൻഡ് വെയിലിൻ്റെ ഒരു തുടക്കം. ആൻഡ് കാർബൺ ആൻഡ് വെയിലിൻ്റെ മോട്ടീവ് ഓഫ് ആ പേര് തന്നെ ഒരു ഫാക്ടറാണ്. കുറേ പേര് നമ്മളോട് ചോദിക്കാറ്, ഇതെന്താ കാർബൺ ആൻഡ് വെയിൽ, ഒരു ഇന്റർനാഷണൽ പേര് ഉണ്ടല്ലോ. പക്ഷെ വെയിൽ ഈസ് അവർ മോട്ടിവേഷൻ ഇയർ. എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വെയിൽ അവൻ്റെ ലൈഫ് സ്പാനിൽ, ദാറ്റ് ഈസ് ഓഫ് ഹൗ മച്ച് ടൈംസ് ഇറ്റ് ലിവ്സ് ഇൻ ദി വാട്ടർ, 300 tons ഓഫ് കാർബൺ ആണ് അബ്സോർബ് ചെയ്തിട്ട് മരിക്കുന്നത്. സോ വെള്ളത്തിൽ വെയിലുണ്ട്, പക്ഷേ കരയിൽ ആരുള്ളത്? സോ ഞങ്ങളൊരു ആർട്ടിഫിഷ്യൽ വെയിലാവാൻ നോക്കുവാണ്. അങ്ങനെയാണ്. ആൻഡ് കാർബണിൻ്റെ അർത്ഥം എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ ഒരു മെയിൻ കമ്പണൻറ്റ് കാർബൺ തന്നെയാണ്, റൈറ്റ്? ദ എർത്ത് ഈസ് മെയ്ഡ് ഓഫ് കാർബൺ. സോ പ്ലാസ്റ്റിക് ഹാസ് ഓൾസോ എ കമ്പണൻറ്റ് വിച്ച് ഈസ് മേജർലി കാർബണേറ്റ്. സോ അങ്ങനെയാണ് കാർബൺ ആൻഡ് വെയിൽ എന്ന് പറഞ്ഞത്. And then everyone would like to know what was the motivation behind to start such an enterprise, ഒരു സ്റ്റാർട്ടപ്പിന്? സോ ഞാൻ പഠിച്ചു വളർന്നത് നോർത്ത് ഇന്ത്യയിലാണ്. സോ ഇറ്റ്സ് എ പ്ലേസ് കോൾഡ് ജാർഖണ്ഡ്. എൻ്റെ പാർട്ട്ണർ സിദ്ധാർത്ഥും പഠിച്ചു വളർന്നത് നോർത്ത് ഇന്ത്യ, ഡൽഹി എന്ന് പറഞ്ഞിട്ട്. സോ എപ്പോഴും ആദ്യം സിദ്ധാർത്ഥാണ് കാർബൺ ആൻഡ് വെയിലിൻ്റെ ഒരു തുടക്കം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റാർട്ടിങ് ഫേസ് 2019-20 സമയത്ത് ഹാഡ് എ വിഷൻ, ഈ സംതിങ് ഹാസ് ടു ഡു. അതിൻ്റെ ഒരു തുടക്കം വന്നത് നമ്മൾ കണ്ടുമുട്ടിയത് ഒരു ആക്സിഡൻറ്റിൽ ആണെങ്കിലും അവർ വിഷൻ ആൻഡ് അവർ പർപ്പസ് വാസ് സെയിം. ബിക്കോസ് നമ്മളെപ്പോഴും ബീച്ചസ് എന്ന് പറഞ്ഞ സംഭവം നാട്ടിൽ നിന്ന് നോർത്ത് ഇന്ത്യൻസ് വരുമ്പോൾ നമ്മളുടെ മറൈൻ ഡ്രൈവ്, ബേക്കൽ ഫോർട്ട്, നമ്മുടെ ട്രിവാൻഡ്രത്തിൽ ഷൺമുഖം ബീച്ചൊക്കെ എന്ന് വെച്ചാൽ ഇതാണ് നമ്മളുടെ ഒരു അന്നത്തെ കാലത്തെ ഒരു അട്രാക്റ്റീവ് പോയിന്റ്, റൈറ്റ്? വാട്ടർ, നോർത്ത് ഇന്ത്യൻസിന് അവിടെ സമുദ്രമൊന്നും ഇല്ലല്ലോ. അപ്പോൾ വാട്ടർ എന്ന് പറഞ്ഞ സാധനം ഇറ്റ്സ് ഓൾവേസ് അമേസ്ഡ് us. പക്ഷേ കാലം കഴിഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ബീച്ചസിൽ എൻജോയ്മെന്റിന് കൂടുതൽ പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് കാണാൻ പറ്റാൻ തുടങ്ങി. ഈവൻ എനിക്ക് ഒരു സമയത്ത് ഹിറ്റാവാൻ തുടങ്ങിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കുറച്ച് നോർത്ത് ഇന്ത്യൻ ഫ്രണ്ട്സ് വന്നപ്പോൾ ബീച്ചസ്, കേരളത്തിൻ്റെ ബീച്ച് കാണണമല്ലോ, കേരളത്തിൻ്റെ അത് ഏറ്റവും അടിപൊളിയാണെന്ന് ആൾക്കാർ പറയുന്നുണ്ടല്ലോ. വന്നപ്പോൾ കാണേണ്ട അവസ്ഥ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വാസ് ഫുൾ ഓഫ് ഡേർട്ട്. പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ മാലിന്യം നിറഞ്ഞു കിടക്കുമായിരുന്നു. വെള്ളം കരയിൽ ഇങ്ങനെ അടിച്ചു വരുമ്പോൾ പ്ലാസ്റ്റിക് വേസ്റ്റുകളാണ് വന്നുകൊണ്ടിരുന്നത്. അത് ഹിറ്റ് ഹാർഡ്. പക്ഷേ ഞങ്ങൾ സിദ്ധാർത്ഥായാലും ഇനീഷ്യലി കുറേ സ്ഥലത്ത് ഒരു പ്ലാസ്റ്റിക്കിനൊരു സൊല്യൂഷൻ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ റീസൈക്ലിംഗ് പല ആൾക്കാർ ചെയ്യുന്നുണ്ട്. അല്ലെ, പ്ലാസ്റ്റിക് പാലറ്റ്സ് ഉണ്ടാക്കുന്നുണ്ട്, EPR സർട്ടിഫിക്കറ്റ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പല ബ്രാൻഡ്സ് എടുക്കുന്നുണ്ട്. പക്ഷേ റീസൈക്ലിംഗ് വാസ് നോട്ട് എ സൊല്യൂഷൻ. നോ വൺ ഈസ് ടേക്കിംഗ് അക്കൗണ്ടബിലിറ്റി ഫോർ ഇറ്റ്. അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ കാര്യം കുറവാണ്. അപ്പോഴാണ് വളരെ സിമ്പിൾ, വളരെ ഒരു കാര്യമായിട്ടാണ് നമ്മൾ ഒരു സർക്കുലർ എക്കോണമി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു പ്ലാസ്റ്റിക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് തിരിച്ച് ഡസ്റ്റ്ബിന്നിൽ പോകാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്യണം എന്നാണൊരു സൊല്യൂഷനായിട്ട് കമ്പനീൻ്റെ സ്റ്റാർട്ട് വന്നത്. ആൻഡ് ദെൻ യു പിച്ച്ഡ് വിത്ത് സൂരജ് സർ. സോ അതിൻ്റെ ആ ഒരു ജേർണി കൂടെ ഒന്ന് പറയാമോ? ഹൗ ഡിഡ് യു കം അപ്പ് വിത്ത് R&D ടെക്നോളജി
അതിൻ്റെ ഇതും കൂടെ. So initial time when Siddharth was looking after all this Carbon and Whale ഒരു തുടക്കം ബേസിസിൽ, ഇപ്പോൾ സിപ്പെറ്റ് എന്ന് പറഞ്ഞ ഒരു ഓർഗനൈസേഷൻ ആണ്, കുറേ ആൾക്കാർക്ക് അറിയില്ല സ്പെസിഫിക്കലി. സിപ്പെറ്റ് സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോ കെമിക്കൽ ആൻഡ് ടെക്നോളജി. അപ്പോൾ ഇന്ത്യയിൽ ഇറ്റ്സ് എ സെൻട്രൽ ഗവൺമെൻറ് ഓർഗനൈസേഷൻ. അപ്പോൾ ആര് എന്ത് പ്ലാസ്റ്റിക്കിൻ്റെ ഒരു പ്രൊഡക്റ്റ് ഇറക്കിയാലും സിപ്പെറ്റിൻ്റെ ഇവിടെ വേണം സർട്ടിഫൈ ചെയ്യാൻ, ടെസ്റ്റിംഗ് ഹാപ്പൻ ചെയ്യാൻ. സോ സിപ്പെറ്റ് ഒരു സ്ഥലമായിരുന്നു പ്ലാസ്റ്റിക്കിന് ഒരു ഇന്നോവേറ്റീവായിട്ട് സൊല്യൂഷനായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, എങ്ങനെയാണ് തിരിച്ച് വേസ്റ്റിലോട്ട് അല്ലെങ്കിൽ ഡസ്റ്റ്ബിനിലോട്ട് അല്ലെങ്കിൽ ലാൻഡ് ഫില്ലിലോട്ട് പോകാൻ പറ്റാത്ത എന്ത് കാര്യമാണ് ചെയ്താലാണ് നമുക്ക് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് സൂരജ് സാറ് ഞങ്ങൾക്ക് കാണാൻ പറ്റിയത് സിപ്പെറ്റിനാണ്. ബിക്കോസ് സൂരജ് സാർ വൺ ഓഫ് ദി പഠിപ്പിച്ചുകൊണ്ടിരുന്നതാണ് സിപ്പെറ്റിലും. സോ നമ്മളുടെ ഈ വിഷൻ, നമ്മളുടെ ഈ മിഷൻ കാണുമ്പോൾ ഹി വാസ് അമേസ്ഡ്. സോ ഹി വാണ്ടഡ് ടു ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ തോന്നി. ആൻഡ് ഫുൾ ടൈം ആണ് കാർബൺ ആൻഡ് വെയിലിൻ്റെ കൂടെ വന്നത്. ഓക്കെ, നമ്മൾ ഇപ്പോൾ കാർബൺ ആൻഡ് വെയിലിൻ്റെ ഒരു മിഷൻ എല്ലാം നമ്മൾ കേട്ടു. വാട്ട് ഓൾ ആർ ബീങ് പ്രൊഡ്യൂസ്ഡ് ഹിയർ? നമ്മൾ എന്താണ് അത് റീസൈക്ലിംഗ് ചെയ്യുന്നതിനെ പറ്റി പറഞ്ഞു. വാട്ട് ഓൾ ആർ ബീങ് പ്രൊഡ്യൂസ്ഡ്? സോ ഓൺ ബിസിനസ് പെർസ്പെക്റ്റീവ് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പല ആൾക്കാർ ബിസിനസ്സിനെ കേൾക്കുമ്പോൾ അത് അടിപൊളിയാണല്ലോ കേൾക്കാൻ, ബട്ട് അവർ പ്രോഡക്റ്റ് ഈസ് വെരി ബോറിങ് ടു ബി ഫ്രാങ്ക്. പക്ഷെ പുറത്ത് നോക്കുമ്പോൾ ഇറ്റ്സ് എ ഫർണിച്ചർ, ജസ്റ്റ് എ നോർമൽ ബെഞ്ച്, ഇറ്റ്സ് നോർമൽ ഫർണിച്ചർ. പക്ഷേ സംടൈംസ് എ ബോറിങ് പ്രോഡക്റ്റ് ഈസ് സംതിങ് വിച്ച് ഗെറ്റ് ഹിറ്റ്സ് ഓൺ എ ലേറ്റർ സ്റ്റേജ്. സോ ഞങ്ങൾ ഇനീഷ്യലി തുടങ്ങിയത് ഒരു പബ്ലിക് ബെഞ്ചിനാണ്, റൈറ്റ്? ഒരു പബ്ലിക് ബെഞ്ച് എന്തുകൊണ്ടാണ് സ്പെസിഫിക്കലി ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ആസ് എ വ്യക്തി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ ഒരു മോളിൽ ട്രാവൽ ചെയ്യാണ്, ഒരു മെട്രോയിൽ ട്രാവൽ ചെയ്യാണ്, ഒരു പാർക്കിൽ പോവാണ്, ഫാമിലിയുടെ കൂടെയോ ഫ്രണ്ട്സിൻ്റെ കൂടെ വല്ല റിവറിൻ്റെ അടുത്ത് പോവുകയാണെങ്കിൽ നമ്മൾ എന്ത് സാധനം കണ്ടാലും നമ്മൾ ഇരിക്കാൻ തോന്നും, അന്ന് കുറച്ച് ഇരുന്നേക്കാം. എന്തുകൊണ്ടാണ്? ബിക്കോസ് അത് ചിലപ്പോൾ നമ്മളൊരു വാല്യൂ കണ്ട് കാരണമാണ് നമ്മൾ ഇരിക്കുന്നത്. സോ അത് റീപ്ലേസ് ചെയ്ത് നമ്മൾ യൂസ് ചെയ്ത പ്ലാസ്റ്റിക് നമ്മൾ എൻവയൺമെൻറ്റിൽ കളയുന്നത്, അത് എങ്ങനെയാണ് ജനങ്ങൾക്കൊരു വാല്യൂ ആയിട്ട് കൊടുക്കാൻ പറ്റുക? ആ പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂട്ടേഴ്സ് ഇപ്പോഴത്തെ വലിയ വലിയ B2B കമ്പനീസാണ്. അവർക്ക് എങ്ങനെയാണ് ഒരു അക്കൗണ്ടബിലിറ്റി കൊടുക്കുക? അങ്ങനെയാണ് ഏറ്റവും ഇനീഷ്യലി ഒരു പബ്ലിക് ബെഞ്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. ഞാൻ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു ബെഞ്ചിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല ആൾക്കാർ പല പ്രൊഡക്ട്സ് ഉണ്ടാക്കുന്നുണ്ട്, കുപ്പി, പിന്നെ വേറെ എന്തെങ്കിലും മാല, വള, പല പ്രൊഡക്ട്സും. പക്ഷെ വീണ്ടും അവിടെ അക്കൗണ്ടബിലിറ്റി ഒരു ക്വസ്റ്റ്യനാണ്. ഞാൻ ആ സാധനം യൂസ് ചെയ്തു, ഒരു ആൾ മേടിച്ചു, 2 മാസം കഴിഞ്ഞിട്ട് അവർ വീണ്ടും എറിയുവാണ്, അത് തിരിച്ച് ലാൻഡ് ഫില്ലിലോട്ട് പോയി. ആരാണ് അതിൻ്റെ ഉത്തരവാദിത്വം? ആർക്കുമില്ല. പക്ഷെ നമ്മൾ അവിടെയാണ് ഒരു ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്യുന്നത്. നമ്മൾ സോഷ്യൽ മീഡിയയിൽ വിത്ത് പബ്ലിക്ലി വി ഹാവ് ടോൾഡ് കി 1 മില്യൺ കിലോഗ്രാം പ്ലാസ്റ്റിക് വേസ്റ്റിൻ്റെ ഉത്തരവാദിത്തമായിരിക്കും നമ്മൾ 2026 ആകുമ്പോൾ നമ്മൾ എടുക്കും. ബിക്കോസ് ആ അത്രയും വേസ്റ്റ് എൻ്റെയും എൻ്റെ കൂടെ പാർട്ട്ണർ അയക്കുന്ന വലിയ വലിയ B2B കമ്പനീസിൻ്റെ ഉത്തരവാദിത്വമായിരിക്കണം. ബിക്കമിങ് എൻ ആർട്ടിഫിഷ്യൽ വെയിൽ, വെയിൽ പോലെ ഇത്രയും പ്ലാസ്റ്റിക് വേസ്റ്റ് ഒരു ഫർണിച്ചർ ബേസിസിൽ അവരുടെ സ്ഥാപനത്തിലുണ്ടാവും. So we have public benches going on. Other than that, what all? സോ ആ ബേസിസ് തന്നെയാണ് ഫർണിച്ചേഴ്സ്. ഇപ്പം നമ്മളുടെ മെയിൻ അജണ്ട തന്നെ നോക്കിക്കഴിഞ്ഞാൽ, ഒരു 5000 മുതൽ 15,000 ഗ്യാപ്പിൽ എത്രയോ പ്ലൈവുഡ്, എത്രയോ മരങ്ങളൊക്കെ മുറിച്ച് കളഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ഫോർ എ ഡെസ്ക്, ഫോർ എ ടേബിൾ, ഒരു ചെയർ, റൈറ്റ്? ഒരു ഫർണിച്ചർ. ഇപ്പം നമ്മളൊരു കഫേയിൽ പോയാലും ഒരു കോഫി ഷോപ്പിൽ പോയാലും നമ്മൾ ഇരിക്കുന്നത് മാക്സിമം വുഡ് തന്നെയാണ്. അതൊരു നമ്മൾ കാണുന്നുണ്ട് അത്, റൈറ്റ്? സോ അതും ഒരു ഫാക്ടറാണ് ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടി. ഒരു ESG ഗോൾസ് എന്ന് പറയും UN തന്നെ നോക്കുമ്പോൾ, അതിനകത്ത് പല ഗോൾസ് വരുന്നത്. അതിനകത്താണ് ക്ലൈമറ്റിൻ്റെ, നമ്മൾ എൻവയൺമെൻറ്റിൻ്റെ ബേസിസിൽ വൺ ഓഫ് ദി സ്പെസിഫിക് പോയിന്റ്സ് വരുന്നത്. അവിടെ നമുക്ക് ഡിസ്ട്രപ്റ്റ് ചെയ്യാൻ പറ്റുമോ? അവിടെ നമ്മളൊരു ഫർണിച്ചർ സെഗ്മെൻറ്റ് പ്രീമിയം ക്ലാസ് അല്ല, ഒരു മിഡ് റേഞ്ചിൽ 5,000 to 50,000 റേഞ്ചിൽ ക്യാൻ വി ക്രിയേറ്റ് എ ഡിസ്ട്രപ്ഷൻ ത്രൂ അവർ വുഡൻ ലൈക്ക് പ്ലാസ്റ്റിക് മെറ്റീരിയൽ? അതാണ് വി ആർ ഫോക്കസിങ് റൈറ്റ് നൗ. ഒരു പ്രോഡക്റ്റ് നമ്മൾ റിലീസ് ചെയ്തു, ദെൻ നമ്മൾ അതിനെ മാർക്കറ്റും ചെയ്യുന്നുണ്ട്. സോ വി ഗോ മോർ ഓൺ ദ ഫാക്ട്സ്. പബ്ലിക് ബെഞ്ചസ് വേഴ്സസ് കൺവെൻഷണൽ ബെഞ്ചസ്, അല്ലെങ്കിൽ ടൈൽസ് വേഴ്സസ് കൺവെൻഷണൽ ടൈൽസ്, ഹൗ ഡു യു റേറ്റ് ദം? അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ ഒരു അക്കൗണ്ടബിലിറ്റി ഫാക്ടറിനേക്കാൾ ഉപരി വാട്ട് മോർ അഡ്വാൻറ്റേജ് ആണ്? സോ ഒരു വുഡൻ ഫർണിച്ചർ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, പൊതുവെ പുറത്തിരുന്ന് കഴിഞ്ഞാൽ, ഇപ്പോൾ ഒരു കടയിൽ നിന്ന് മേടിച്ച് കഴിഞ്ഞാൽ മാക്സിമം ഗ്യാരണ്ടി 3-5 years. അതിൻ്റെ കളർ ഫീഡാവും. അതിനകത്ത് മഴ കൊണ്ടു കഴിഞ്ഞാൽ ദർ ഈസ് ലോട്ട് ഓഫ് ഇഷ്യൂ ഓഫ് ലെറ്റ്സ് പൂപ്പൽ പിടിക്കാനോ, ഇല്ലെങ്കിൽ അതിൻ്റെ കംപ്രസീവ് സ്ട്രെങ്ത്
കുറയാനോ ആയിട്ട് ഒരു ബൾജിങ് ഇഷ്യൂ നമ്മൾ വീട്ടിൽ കണ്ടിട്ടുണ്ട്. ഡോറൊക്കെ അടയ്ക്കുമ്പോൾ ചിലപ്പോൾ അതിനകത്ത് ബൾജ് ആയി കഴിഞ്ഞാൽ അടയ്ക്കാൻ പറ്റാത്ത അവസ്ഥ വരും. സോ ഇതൊക്കെ ഫ്യൂ റീസൺസ് ആണ് വുഡൻ്റെ പ്രോബ്ലംസ് ആയിട്ട് വരുന്നത്. അതെല്ലാം റീപ്ലേസ് ചെയ്തിട്ടാണ് പ്ലാസ്റ്റിക് വേസ്റ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ടേബിൾസ്. ബിക്കോസ് പ്ലാസ്റ്റിക് വേസ്റ്റ് ടേബിൾസിൽ എത്ര വെയിൽ കൊണ്ടാ പുറത്ത് വെയിൽ കൊണ്ടാ ഒരു പ്രശ്നം ഉണ്ടാവില്ല, കളർ ഫെയ്ഡിങ് ഉണ്ടാവില്ല. അതുപോലെ തന്നെ മഴയോ വെയിലോ സ്നോയോ ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു സംഭവിക്കില്ല. പ്ലസ് ഞാൻ പറഞ്ഞ പോലെ ടെർമൈറ്റ്സ് അതുപോലെ എന്തെങ്കിലും പ്രാണി അതൊക്കെ കാണുകയാണെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ബിക്കോസ് എൻഡ് ഓഫ് ദ ഡേ ഒരു പ്ലാസ്റ്റിക് ആണ്. And then it can be recycled again and again. പിന്നെ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ തിരിച്ച് നമുക്ക് എടുക്കുന്നു, റീസൈക്കിൾ ചെയ്യുന്നു, പുതിയതായിട്ടുണ്ടാക്കും. So that's the economy circle continues. Exactly. The circle continues without going into the landfill. Okay. നമ്മളിത് സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങി ഇനീഷ്യൽ സ്റ്റേജസിൽ വാട്ട് ഓൾ സ്ട്രഗിൾസ് വർ യു ഗോയിങ് ത്രൂ? സോ ഇനീഷ്യലി ഏത് സ്റ്റാർട്ടപ്പ് ആയാലും ഇപ്പം സ്റ്റാർട്ടപ്പിൻ്റെ ഒരു കാലമാണല്ലോ. ഒരു പച്ചക്കറി കട തുടങ്ങിയാലും ഒരു സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കണം. പക്ഷേ ദാറ്റ്സ് നോട്ട് എ സ്റ്റാർട്ടപ്പ്, ദാറ്റ്സ് എ ബിസിനസ്, റൈറ്റ്? ഒരു ട്രഡീഷണൽ ബിസിനസ് ആണ്. സ്റ്റാർട്ടപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രോബബ്ലി യു ആർ ഫൈൻഡിങ് എ സൊല്യൂഷൻ ഓഫ് എ പ്രോബ്ലം റൈറ്റ് നൗ. യു ആർ ഫോക്കസിങ് ഓൺ എ ഗ്രോത്ത് സോ ദാറ്റ് ആ പ്രോബ്ലത്തിന് ഒരു സൊല്യൂഷൻ കൂടുതൽ ഇമ്പാക്ട്ഫുൾ ആയിട്ട് വരും. അതിനൊരു ഫുൾ സ്റ്റാർട്ടപ്പ് എന്ന് വിളിക്കും. ആൻഡ് നമ്മളുടെ ഇനീഷ്യൽ സ്റ്റേജിൽ സ്പെസിഫിക്കലി ഇപ്പം സിദ്ധാർത്ഥ് സ്റ്റാർട്ട് ചെയ്തപ്പം ഒരു മൈനസ് എന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. മൈനസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം ഒരു കമ്പനി തുടങ്ങുമ്പോൾ കമ്പനി രജിസ്റ്റർ ചെയ്യണം, അതിൻ്റെ ഇന്നോവേറ്റ് നോക്കണം, അതിൻ്റെ പ്രൊഡക്റ്റ് നോക്കണം, എവിടെയാണ് അതിൻ്റെ നെഗറ്റീവ് വരുന്ന നോക്കണം, ക്യാഷ് ഫ്ലോ വേണം. നമ്മളുടെ സ്പെസിഫിക്കലി ഒരു ക്യാപിറ്റൽ ഇൻഡസ്ട്രി ആയ കാരണം ഇനീഷ്യലി നമുക്ക് കൂടുതൽ ഫണ്ട്സ് വേണം കമ്പയർ ടു ഒരു ടെക്നോളജിക്കൽ ബേസിസിൽ. അപ്പോൾ അത് ഫ്രണ്ട്സ് ആൻഡ് ഫാമിലീസ് തന്നെയായിരുന്നു ഓടി നടക്കുക. അപ്പോൾ ഇത് ഇപ്പം സിപ്പറ്റ് വൺ ഓഫ് ദി ഒരു സ്ഥലമാണ് ഇന്നോവേഷൻ നമ്മൾ അറിഞ്ഞത്. എനിക്ക് തോന്നുന്നു ഒരു IIT, ഡിഫറെൻറ്റ് IISc അതുപോലെ തന്നെ പല സ്ഥലത്ത് പോകുമ്പോൾ എവിടെയാണ് ഹെൽപ്പ് കിട്ടണമെന്ന് നമ്മൾ നോക്കുമ്പോഴാണ് തിരിച്ച് കൊച്ചിയിൽ തന്നെ വന്നത്. ഓക്കെ, ഇവിടെ സിപ്പറ്റ് എന്ന് പറഞ്ഞ സംഭവം ഉണ്ടോ. അങ്ങനെയാണ് ട്രാൻസ്പോർട്ട്. അപ്പോൾ ഇനീഷ്യലി ക്യാഷ് ബേൺ ആണ്. ദാറ്റ് ഈസ് ഹൗ സ്റ്റാർട്ടപ്പ് ഈസ്. ഇനീഷ്യലി ആരും വിചാരിക്കുവാണ് സ്റ്റാർട്ടപ്പ് തുടങ്ങി 2 മാസത്തിനുള്ളിൽ 5 കോടി എടുക്കാം, അടിപൊളി. ഇറ്റ് ഡസൻറ്റ് വർക്ക് ലൈക്ക് ദാറ്റ്. സോ ബട്ട് ഇപ്പോഴത്തെ ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈവൻ കേരള ഗവൺമെൻറ്, ഈവൻ ഇന്ത്യൻ ഗവൺമെൻറ് ഈസ് പ്രൊമോട്ടിങ് ലോട്ട് ഓഫ് സ്റ്റാർട്ടപ്സ്. ഇപ്പോഴത്തെ പുതിയ ബഡ്ജറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ എത്രയോ ഓൾമോസ്റ്റ് മോർ ദാൻ crores, 1000 crores, something 100 crores, something. It is being given to startup entrepreneurs, women entrepreneurs. അപ്പോൾ ഗവൺമെൻറ്റും സപ്പോർട്ട് ചെയ്യാൻ തുടങ്ങി. സോ ഇറ്റ്സ് ദ ബെസ്റ്റ് ടൈം. പുറത്തുള്ള ആൾക്കാർ ഇപ്പം നമ്മൾ കാണുന്നില്ല, +2 കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ കോളേജ് കഴിഞ്ഞിട്ട് ആദ്യം പോകേണ്ടത് UK യിലാണ്. ആദ്യം പോകേണ്ടത് നമുക്ക് ഇല്ലെങ്കിൽ അവിടെ ഇപ്പം ഭയങ്കര പ്രശ്നം ജർമ്മനിയിലാണ്, അങ്ങനെയാണ് കാനഡ. നോ, ഐ ആം ടെല്ലിങ് ദ ബെസ്റ്റ് പ്ലേസ് ഇസ് ഇന്ത്യ. പോകുന്ന ആൾക്കാർ ഇസ് ബേസിക്കലി എസ്കേപ്പിസം. അവർക്ക് ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിൽ ഫ്രീഡം ഇല്ല. ആ ബേസിസിൽ അവർ തോന്നുന്നു പുറത്ത് രാജ്യത്തിൽ അടിപൊളിയാണെന്ന് വിചാരിച്ചിട്ടാണ് എസ്കേപ്പ് ചെയ്യുന്നത്. അപ്പോൾ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോഴും ഇപ്പം ഞാൻ ആസ് എ സ്റ്റാർട്ടപ്പിലോട്ട് ഇപ്പം കയറി ചെയ്യുന്ന മുമ്പ് ഞാനൊരു 7-8 വർഷം ജോലിയിലായിരുന്നു. പക്ഷെ അവിടെ എപ്പോഴും ഒരു പേടി എന്താണെന്നറിയോ, ഏതാൾ ജോലി ചെയ്യുമ്പോഴും രാവിലെ 9:30-10 മണിയാകുമ്പോൾ എത്തുമ്പോൾ ഒരു പേടിയുണ്ടോ? എന്താണ്? ചിലപ്പം ബോസ് തെറി പറയും, 10 മണിയാകുമ്പോൾ സമയം എത്തിയില്ല. 5:30 ആകുമ്പോൾ പോയി കഴിഞ്ഞാലും ഒരു കോള് വന്നു കഴിഞ്ഞാൽ മാനേജറിൻ്റെ അടുത്ത് നമുക്ക് ഏറ്റവും വലിയതായിരിക്കും, എന്ത് പറയാനായിരിക്കുമോ, ഇപ്പം കഴിഞ്ഞില്ലേ, നാളെ പോയാൽ പോരെ. ആൻഡ് ദെൻ മാസം അവസാനം നമുക്ക് ഒരു ദിവസമെങ്കിലും ഒരാൾക്ക് ശമ്പളം വന്നില്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് എന്താ? കമ്പനിക്ക് പ്രശ്നം, കമ്പനി പൂട്ടാറ്, എന്തോ പ്രശ്നമുണ്ട്, 1-ാം തീയതി ആകുമ്പോൾ പൈസ വന്നില്ല, എന്തോ പ്രശ്നമുണ്ട്. സോ ഇതൊക്കെ ഒരു എംപ്ലോയി സൈഡിൻ്റെ. പക്ഷെ ദർ ഈസ് എ സേഫ്റ്റി സൈഡ് ഓൾസോ. സാലറി ഉണ്ട്, നമ്മൾ പറയുന്ന പണി ചെയ്താൽ മതി. പക്ഷെ നമ്മുടെ ഭാഗത്ത് നിന്ന്, സ്റ്റാർട്ടപ്പ് ഭാഗത്ത് നിന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ, എൻ്റെ ഭാഗത്ത് നിന്ന് ഞാൻ നോക്കുമ്പോൾ എ പേഴ്സൺ ടു ഓപ്പറേറ്റ്, എ ഫ്രീഡം ടു ഓപ്പറേറ്റ് വിത്തൗട്ട് ഫിയർ. യെസ്, റൈറ്റ്. ഞാൻ പണ്ട് എനിക്ക് ചിലവാക്കുന്നത് ഒരു മന്ത്ലി, ഈവൻ എനിക്ക് സാലറി കിട്ടുന്ന ഒരു 6 ഫിഗറിലാണെങ്കിലും ഞാനിപ്പോൾ മാസം 20,000 രൂപ മേടിക്ക് മാത്രം വാങ്ങുന്നുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എത്ര % ഡിപ്പാണ്? ഓൾമോസ്റ്റ് 1.5 lakh rupees 20,000 ഡിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് ഹ്യൂജ് ഡിപ്പ്. പക്ഷെ ഞാൻ ജീവിക്കാൻ പഠിക്കണം. ബിക്കോസ് എനിക്ക് ഗോള് 2 മാസത്തിൽ 2 കോടി അല്ലെങ്കിൽ 5 കോടി ഉണ്ടാക്കാനല്ല. ഒരു വാല്യൂ പ്രൊപ്പോസിഷൻ എൻവയൺമെൻറ്റിന് കൊടുത്തൊരു ലോകത്തിന് കൊടുത്തിട്ട് അതിനൊരു സൊല്യൂഷനാണ് ഞാൻ കണ്ടുപിടിക്കുന്നത്. ആൻഡ് ഇഫ് ഐ എം ഗിവിങ് എ സൊല്യൂഷൻ, ഐ നോ ടുമോറോ ഐ വിൽ ബി റിവാർഡഡ്. റിവാർഡഡ് അല്ലെങ്കിലും
നീ ലേൺ ചെയ്യുവാണ്, ഉം. നീ പഠിക്കുവാണ്. അതാണ് പുതിയ സ്റ്റാർട്ടപ്പ് ഓൺടർപ്രണേഴ്സിനോടും പറയാനുള്ളത്. നീ സ്റ്റാർട്ടപ്പ് തുടങ്ങുമ്പോൾ പൈസ ഉണ്ടാക്കാൻ വേണ്ടി പോയി കഴിഞ്ഞാൽ ഒരിക്കലും പൈസ ഉണ്ടാക്കില്ല. The interest was always genuine from the first place. So അത് ഹിറ്റ് ആയിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. And then a lot of people have associated with you, probably schools, colleges, universities, മറ്റ് രീതിയിൽ MOUs. What all tie-ups do you have right now? സോ നമ്മൾ മെയിൻലി ഇപ്പം ഒരു ഇനീഷ്യൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കോളേജ് സ്റ്റുഡൻസ് ഓർഗനൈസേഷനോട് ക്ലീനപ്പ് ചെയ്യും. ഇത് ചെയ്യുന്ന മെയിൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരാണ് അടുത്ത തലമുറയുടെ ഒരു ഫേസ്. സോ അവർ പ്ലാസ്റ്റിക്കിന് ഒരു വാല്യൂ കൊടുക്കാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്യുന്നത്. പക്ഷെ ആ പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മൾ തിരിച്ച് അവർക്ക് ഒരു ഫേർണിച്ചേഴ്സ് ആയിട്ട് ഒരു അക്കൗണ്ടബിലിറ്റി കൊടുക്കുമ്പോൾ, ബിക്കോസ് റീസെൻ്റ്ലി നമ്മൾ ഗവൺമെൻറ് ലോ കോളേജ് കേരളത്തിൻ്റെ, ഐ തിങ്ക് ഐ ഡോണ്ട് നോ അബൌട്ട് ഇന്ത്യ, ബട്ട് കേരളത്തിൻ്റെ ഫസ്റ്റ് കോളേജാണ് ഓൾമോസ്റ്റ് 23.6 കിലോഗ്രാം പ്ലാസ്റ്റിക് ഒരു ബെഞ്ച് സ്പെസിഫിക്കലി അവർ ഫേർണിച്ചറായിട്ട് കൺവേർട്ട് ചെയ്തത്. ആൻഡ് പബ്ലിക്ലി അവർ അവരുടെ സ്ഥാപനത്തിലെ ആൾക്കാരൊക്കെ ഇരിക്കുവാണ്. സെയിം തിങ് UC കോളേജ്, സെയിം തിങ് അതർ കോളേജസ് ആൻഡ് ഓൾ. പക്ഷെ ഇത് ചെയ്യുന്ന എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഡ് ഓഫ് ദ ഡേ ആ വാല്യൂ പ്രൊപ്പോസിഷൻ ആദ്യം പറഞ്ഞ പോലെ നിങ്ങളോ ഞാനോ നാളെ പ്ലാസ്റ്റിക് വേസ്റ്റിനെ വാല്യൂ ചെയ്യണം. ഫേർണിച്ചർ ഒരു മോഡൽ മാത്രമേ ഉള്ളൂ, ഇറ്റ്സ് ജസ്റ്റ് എ ബിസിനസ് മോഡൽ. നാളെ പലതും വരാം, പല ഡിഫറെൻ്റ് ആവാം, പ്രോബബ്ലി ഇതിനകത്ത് ടെക് വരാം. സോ ദാറ്റ് നമ്മളുടെ ഏറ്റവും കൂടുതൽ ഒരു ബിഹേവിയറൽ പാറ്റേൺ, എന്നോട് വൺ ഓഫ് ദി ഒരാൾ പറഞ്ഞ പോലെ ഒരു ബിഹേവിയറൽ പാറ്റേൺ മാറ്റാനാണ് ഏറ്റവും ബുദ്ധിമുട്ട് ഒരാൾക്ക്. പക്ഷേ ഇപ്പോഴത്തെ സിറ്റുവേഷനിൽ സോഷ്യൽ മീഡിയ നമ്മൾ ഇൻസ്റ്റാഗ്രാം പേജ് കാർബൺ ആൻഡ് വെയിൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് തന്നെ കാർബൺ ആൻഡ് വെയിൽ, ഇഫ് യു സെർച്ച് ഇറ്റ്, ഒരു #declutter കൊച്ചി എന്ന് പറഞ്ഞിട്ട് #declutter കൊച്ചി. അപ്പോൾ ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഡീക്ലട്ടറിൻ്റെ അർത്ഥം ഇതാണ്, ഒരു സ്ഥലത്ത് നിന്ന് ഒരു സാധനം എടുത്ത് അപ്പുറത്തെ സ്ഥലത്ത് വെച്ചു. അപ്പോൾ ബീച്ചസിൽ നിന്ന് വേസ്റ്റ് എടുത്ത്, ഇല്ലെങ്കിൽ അവിടെ ജനറേറ്റ് ചെയ്ത് വേസ്റ്റ് എടുത്ത് ഒരു ഫേർണിച്ചറായിട്ട് നമ്മളിവിടെ കൺവേർട്ട് ചെയ്തു. അതാണ് #declutter കൊച്ചി എന്നാണ്. അങ്ങനെ #declutter കൊച്ചി, #ട്രിവാൻഡ്രം, നമ്മളുടെ ബാംഗ്ലൂർ, അതാണ് നമ്മളുടെ ഒരു എൻഡ് ഓഫ് ദ മോട്ടീവ്.